ചോദിക്കാം അഡ്വക്കേറ്റ് സഹീദ് റൂമി. ഇപ്പോൾ UDF-ലെ ക്യാമ്പിൽ നിന്നും ചിലർ നടത്തുന്ന പ്രതികരണമായി എനിക്ക് കിട്ടിയ ഒരു കാര്യം 13,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇപ്പോഴത്തെ അവരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ശേഷം പറയുന്നതാണ് PV അൻവർ 10,000-ലധികം വോട്ട് പിടിക്കില്ല എന്നും. അതിന് നൽകാവുന്ന മറുപടി എന്താണ്? തിങ്കളാഴ്ച വരെ, ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച വരെ ആർക്കും എന്തും പറഞ്ഞുകൂടെ? ഇതൊക്കെ കണക്കാണോ? ഞങ്ങളിപ്പോഴും പറയുന്ന അതിൽ 10,000-ലധികം വോട്ട് പിടിക്കില്ല, ഞങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ടല്ലോ. ഞങ്ങൾക്കറിയാലോ അവിടുത്തെ ഗ്രൗണ്ട്. ഞങ്ങൾ അൻവറും തൃണമൂൽ കോൺഗ്രസും ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത്. അതിലൊരു സംശയം വേണ്ട, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇപ്പം തിങ്കളാഴ്ച വരെ എല്ലാവരും പത്രസമ്മേളനം നടത്തും, എല്ലാവരും അഭിനന്ദനം പറയും, എല്ലാവരും ജനങ്ങളോട് ഇത് പറയുക. തിങ്കളാഴ്ച വരെ ഇതൊരു നാടകമായിട്ട് തുടരും. പക്ഷേ തിങ്കളാഴ്ചക്ക് ശേഷം നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവില്ല, നമുക്ക് കാണാൻ സ്മൃതി. പക്ഷെ ഒരു കാര്യം പറയാം, ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ LDF ചർച്ച ചെയ്തത് വികസനമാണെന്നാണ് ഇപ്പോൾ LDF-ൻ്റെ പ്രതിനിധി പറയുന്നത്. അവിടെ കാര്യമായിട്ട് LDF മുഖ്യമന്ത്രി എല്ലാ സമ്മേളനങ്ങളിലും വന്ന് പ്രസംഗിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. അപ്പോൾ ഇവർ കറക്റ്റ് വർഗീയമായ രണ്ട് ധ്രുവീകരണങ്ങൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ച് ഒരു ഹിന്ദു പോളറൈസേഷനും അതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു RSS സംവിധാനത്തെക്കുറിച്ചുള്ള പുകഴ്ത്തി പറയലും, ഇത് രണ്ടും അവരെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം. സ്വരാജ് 3-ാം സ്ഥാനത്തേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഞങ്ങൾ പറയുന്നു അവരുടെ ശക്തി ദുർഗങ്ങളൊക്കെ അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ചുരുക്കി പറയണം. ഇപ്പോൾ എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നുള്ളത് RSS വോട്ട് കൂടി CPM-ന് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നുള്ളൊരു പ്രതികരണം കൂടി വന്നിരുന്നു പ്രതിപക്ഷത്തിൽ നിന്നും. അല്ല, വഴിക്കടവ് ആണല്ലോ ഇവിടെ അതിർത്തി. അത് കടന്നവർ രണ്ട് കൂട്ടരും ഒന്നല്ലേ? ഈ 3 സ്ഥാനാർത്ഥികളും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളല്ലേ? തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയാണ്, CPM ഇന്ത്യ മുന്നണിയാണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയാണ്. എന്നിട്ട് വെറുതെ ഞങ്ങളെ മക്കട്ട് കയറണം. പിന്നെ 77-ലെ ജനതാ പാർട്ടി CPM സഖ്യമാണെങ്കിൽ 77 കഴിഞ്ഞ് 80-ലെത്തിയപ്പോൾ കോൺഗ്രസും ജനതയും സഖ്യമല്ലേ? അന്ന് രാജഗോപാലിന് വേണ്ടിയല്ലേ കാസർഗോഡ് കൈപ്പത്തിക്കാർ, പെരിങ്കുളത്ത് KG മാരാർക്ക് വേണ്ടിയല്ലേ കൈപ്പത്തിക്കാർ, K കരുണാകരൻ്റെ കൈപ്പത്തിക്കാരും മെനക്കെട്ടത്, പണിയെടുത്തത്, വോട്ട് ചെയ്തത്? എന്തായി പറയുന്നത്? 77-ലും 80-ലും ജനതാ പാർട്ടിയായിട്ട് ഇടതുപക്ഷം സഖ്യം ഉണ്ടാക്കി, കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കി. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അറിയാണ്ട് പിച്ചും പേയും പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക ഇവരോട്? ഈ ചരിത്രം ഈ സമയത്ത് പറഞ്ഞതിൻ്റെ ദുരുദ്ദേശമാണ് ചോദിച്ചത്. അല്ല, അതൊക്കെ എന്താ പറയുക, ഈ PDP എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാന്ന് പറഞ്ഞൊരു അബദ്ധം പറഞ്ഞു പോയപ്പം അത് തിരുത്താൻ വേണ്ടി, പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ എവിടെ പോയി മുട്ടിയാലും, വഴി മുട്ടിയാൽ അപ്പോൾ RSS-നെ വലിച്ചഴക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരുടെയും പരിപാടി. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. ശരി, 3 നാൾക്കകം വിധി അറിയാം. പക്ഷേ ഇപ്പോൾ തന്നെ പ്രതികരണങ്ങൾ നേതാക്കളുടേതായി വരുന്നു. എന്തായാലും അവസാന മണിക്കൂറുകളിൽ കണക്കൂട്ടുകൾ, സ്വന്തം രീതിയിലുള്ള കണക്കൂട്ടുകളിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.